കർത്താവിന്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിഷൻ സഗാസിറ്റി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് സഹായിച്ചെന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനം ആലപിച്ച പ്രിയ മകൾക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അറിയിച്ചുകൊണ്ട് തിരുവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിലായി പറഞ്ഞ ഭാഗം ഞാനൊന്ന് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം തുടർന്ന് നമുക്ക് ഇന്ന് അതിൻ്റെ അടുത്ത ഭാഗം പഠിക്കാം. വെളിപ്പാട് പുസ്തകം എങ്ങനെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും, അതിൻ്റെ വിഭജനത്തെ കുറിച്ച് അല്പമായി ഞാൻ പറയുകയുണ്ടായി. അത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 1:19 നാം ഇങ്ങനെ വായിക്കുന്നു: നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും. അപ്പോൾ യോഹന്നാനോട് പറയുകയാണ്, നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനി മേലാൽ സംഭവിപ്പാനുള്ളത്. ഇങ്ങനെ മൂന്നായിട്ട് വിഭജിച്ച് നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു രൂപരേഖ ഒന്നിവിടെ ഞാൻ ഓർപ്പിക്കുകയാണ്. 10 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1, നീ കണ്ടത്, 1-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 2, ഇപ്പോൾ ഉള്ളത്, സഭയ്ക്കുള്ള ലേഖനങ്ങളാണ് ഇപ്പോഴുള്ളത്. അത് വെളിപ്പാട് പുസ്തകം 2:1 മുതൽ 3:22 വരെ. 3, മേലാൽ സംഭവിപ്പാനുള്ളത്. അതാണ് തുടർന്നുള്ള എല്ലാ വിഷയങ്ങളും. അത് വിഷയം വിഭജിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. 4-ാം അധ്യായം 1 മുതൽ 11 വരെ. 4-ാമത്തെ പോയിന്റ് 7 മുദ്രകളെ കുറിച്ച് പറയുന്നു. വെളിപ്പാട് പുസ്തകം 5:1 മുതൽ 8:5 വരെ. അതിനുശേഷം 7 കാഹളങ്ങൾ 8:6 മുതൽ 11:19 വരെ. തുടർന്ന് 7 അടയാളങ്ങളെ കുറിച്ച് പറയുന്നു. വെളിപ്പാട് പുസ്തകം 12:1 മുതൽ 14:20 വരെ. തുടർന്ന് 7 ക്രോധ കലശങ്ങളെ കുറിച്ച് കാണുന്നു. വെളിപ്പാട് 15:1 മുതൽ 16:21 വരെ. അതിനുശേഷം സർവശക്തനായ ദൈവത്തിന്റെ വിജയത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 17:1 മുതൽ 20:15 വരെ. ആ വേദഭാഗങ്ങളിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. 1, മർമ്മം മഹതിയാം ബാബിലോണിന്റെ ന്യായവിധി. 2, അക്ഷരീയ ബാബിലോണിന്റെ ന്യായവിധി. 3, കുഞ്ഞാടിന്റെ കല്യാണം. 4, അന്തിമ വിജയം. അടുത്തത് പുതിയ ആകാശ പുതിയ ഭൂമിയെ കുറിച്ച്. വെളിപ്പാട് പുസ്തകം 21:1 മുതൽ 22:5 വരെ. പിന്നെ ഉപസംഹാരം 22:6 മുതൽ 21 വരെ. ഇത്രയും കാര്യങ്ങളാണ് ഒടുവിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എന്നാൽ ഇനി നമുക്ക് വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഏത് പുസ്തകത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഗ്രന്ഥകാരൻ ആരാണ്, ആ ഗ്രന്ഥകാരൻ ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള തെളിവുകൾ, അത് മാത്രമല്ല ഈ പുസ്തകം ആർക്ക് വേണ്ടി എഴുതി, പിന്നെ എവിടെ വെച്ച് എഴുതിയ സന്ദർഭം എന്താണ്, ഈ കാര്യങ്ങള് പഠിച്ചിട്ട് മാത്രമേ പുസ്തകത്തിലേക്ക് നമുക്ക് പ്രവേശിച്ചതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള ഒരു നല്ല പഠനം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എളിയവൻ ഒരു വേദ വിദ്യാർത്ഥിയാണ്, വേദ പണ്ഡിതനല്ല. അതിനാൽ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ചെറിയ കൃപയ്ക്കൊത്തവണ്ണം
ഈ വിഷയങ്ങൾ വിശകലനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പഠിപ്പിക്കുന്ന നോട്ടുകൾ ഒരു പക്ഷേങ്കിൽ നമ്മുടെ പ്രിയ യുവ സഹോദരങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് നോട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തക്ക നിലയിൽ അത് യൂട്യൂബിൽ ഇടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പ്രവേശിക്കാം. ഗ്രന്ഥകാരൻ യോഹന്നാനാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു, പൊതുവെ പറയുന്നു. സാധാരണക്കാർക്ക് അത് വിശ്വസിക്കാം. പക്ഷേ വേദ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഈ എല്ലാ പുസ്തകങ്ങളുടെയും ഗ്രന്ഥകർത്താക്കളെ കുറിച്ചുള്ള ചർച്ചകളും അതുപോലെ അതിനെ സംബന്ധിച്ചിട്ടുള്ള വാദങ്ങളും ഒക്കെ ധാരാളം നടന്നിട്ടുണ്ട്. മറ്റേത് പുസ്തകത്തെക്കാൾ കൂടുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തിനെ കുറിച്ചും രീതിയെക്കുറിച്ചും ശൈലിയെക്കുറിച്ചും ഒക്കെ ധാരാളം ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അതൊന്നും സാധാരണക്കാർക്ക് അറിയാൻ പാടില്ല. എന്നാൽ ഈ വിഷയങ്ങൾ നമ്മൾ പഠിച്ചു പോകുമ്പോൾ അല്പസ്വല്പം ആ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചില്ല എങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ ചഞ്ചലചിത്തരായിട്ട് പോകും. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പൊ ഗ്രന്ഥകാരൻ ആരാണ്? ബാഹ്യ തെളിവുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. യോഹന്നാൻ അപ്പോസ്തലനാണ് എഴുത്തുകാരനും നമുക്കറിയാം, സംശയമില്ല. പക്ഷേ ബാഹ്യ തെളിവുകൾ, ബൈബിളിനകത്തുള്ളതല്ല, പുറത്തുള്ള തെളിവുകൾ എന്തൊക്കെയാണ്? അതിനോടുള്ള ബന്ധത്തിൽ 7 സഭാപിതാക്കന്മാരുടെ ഉദ്ധരണികളും അവര് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് പറയുന്ന പ്രയോഗങ്ങളെ കുറിച്ചും ഞാൻ വേഗത്തിൽ പറയുവാനായിട്ട് പോവുകയാണ്. ഒന്ന്, ജസ്റ്റിൻ മാർട്ടിയർ എന്ന് പറയുന്ന സഭാപിതാവ്. അതായത് സഭാപിതാക്കന്മാരിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ കാര്യം ആദ്യം രേഖപ്പെടുത്തി നമ്മൾ കാണുന്നത് ജസ്റ്റിൻ മാർട്ടിയറാണ്. അദ്ദേഹം ഏകദേശം AD 140 കാലയളവിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ചവർ 1000 വർഷം യെരുശലേമിൽ വസിക്കുമെന്നും ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിൽ ഒരുവനായ യോഹന്നാൻ പ്രവചിച്ചു എന്ന് താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇതൊരു തെളിവ് യോഹന്നാൻ അപ്പോസ്തലനാണ് പുസ്തകം എഴുതിയെന്നുള്ളതിനെ കുറിച്ച്. 2, സർദീസിലെ ബിഷപ്പായിരുന്ന മെലിത്തോ AD 175 വെളിപ്പാട് പുസ്തകത്തിന് ഒരു വ്യാഖ്യാനം അദ്ദേഹം രചിച്ചു. അതിൽ യോഹന്നാനാണ് ഇത് എഴുതിയതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3, ഐറേനിയസ് എന്ന സഭാപിതാവ്. അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: കർത്താവിന്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ വെളിപ്പാടിൽ ഇപ്രകാരം പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം വെളിപ്പാട് പുസ്തകം 1:12 മുതൽ 16 വരെയും 5:6, 19:11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ എല്ലാം താൻ എഗൻസ്റ്റ് ഹെറസിസ് എന്ന തന്റെ കൃതിയിൽ ഉദ്ധരിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 4, മറ്റൊരു സഭാപിതാവാണ് തെർത്തുല്യൻ. ഇദ്ദേഹം ഈ പുസ്തകത്തിന്റെ, അതായത് വെളിപ്പാട് പുസ്തകത്തിന്റെ 21 അധ്യായം 10 മുതൽ 23 വരെയുള്ള വാക്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും നഗരം ഇറങ്ങി വരുന്നതായി അപ്പോസ്തലനായ യോഹന്നാൻ കാണുകയുണ്ടായി എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ തെർത്തുല്യന്റെ രേഖ നാം കണ്ടു കഴിഞ്ഞു. അടുത്ത മറ്റൊരു സഭാപിതാവാണ് ഐറേനിയസിന്റെ ശിഷ്യനായിരുന്ന ഹിപ്പോലിറ്റസ്. അദ്ദേഹം വെളിപ്പാട് പുസ്തകം 17, 18 അധ്യായങ്ങളിൽ നിന്നും ഉദ്ധരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം കർത്താവിന്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയതാണെന്ന് താൻ പ്രസ്താവിച്ചിട്ടുണ്ട്. 6, അലക്സാണ്ട്രിയയിലെ ക്ലമന്ത്. അദ്ദേഹം യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നിന്നുള്ള മടങ്ങി വരവിനെ പറ്റിയും, അതായത് വെളിപ്പാട് 4:4, 11, 16 എന്നീ ഭാഗങ്ങളിൽ
പരാമർശിച്ചിട്ടുള്ള സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന മൂപ്പന്മാരെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7. ഓറിജൻ എന്ന സഭാപിതാവ്. വെളിപ്പാടിൽ യോഹന്നാൻ സംസാരിക്കുന്ന രീതി ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ ശേഷം വെളിപ്പാട് പുസ്തകം 1:8 ഓറിജിൻ ഉദ്ധരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ബാഹ്യ തെളിവുകളായിട്ട് സഭാപിതാക്കന്മാരിൽ 7 പേരുടെ ഉദ്ധരണികൾ ഞാനിവിടെ പറയുകയുണ്ടായി. ക്ലാസ് ആയതുകൊണ്ട് ഓർക്കുവാൻ വേണ്ടി അവരുടെ പേരുകൾ ഒന്നുകൂടെ പറയാം. ജസ്റ്റിൻ മാർട്ടിയർ 1. 2 സർദീസിലെ ബിഷപ്പായിരുന്ന മെലിത്തോ. 3 ഐറേനിയസ്. 4 തെർത്തുല്യൻ. 5 ഐറേനിയസിന്റെ ശിഷ്യനായ ഹിപ്പോലിറ്റസ്. 6 അലക്സാണ്ട്രിയയിലെ ക്ലമന്ത്. 7 ഓറിജിൻ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം കാനോനിക ഗ്രന്ഥം അല്ല. കാനോനിക ഗ്രന്ഥത്തിൽ കൂട്ടാൻ പറ്റുകയില്ല. അങ്ങനെ നിഷേധിച്ചിട്ടുള്ള സഭാപിതാക്കന്മാരുമുണ്ട്. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട 2 പ്രവചന ഗ്രന്ഥങ്ങളാണ് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും. ഈ 2 പുസ്തകങ്ങളോടുള്ള ബന്ധത്തിൽ ചരിത്രം പരിശോധിച്ചാൽ ധാരാളം എതിർപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാനോനിക ഗ്രന്ഥമായിട്ട് അംഗീകരിക്കാൻ പറ്റും. അപ്പോൾ വെളിപ്പാട് പുസ്തകം നിഷേധിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഇനി ചിലത് പെട്ടെന്ന് പറയാൻ പോകുന്നത്. അതും നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 1. പഴയ സുറിയാനി വിവർത്തനത്തിൽ വെളിപ്പാട് പുസ്തകം ചേർത്തിട്ടില്ല. പഴയ സുറിയാനി വിവർത്തനത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 2. 2-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ അലോഗി എന്ന ഏഷ്യൻ മതവിഭാഗം വെളിപ്പാട് പുസ്തകം അവർ നിഷേധിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. 3. അലക്സാണ്ട്രിയയിലെ ഡയോനീഷ്യസ് AD 250 കാലയളവിൽ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവാണ്. അദ്ദേഹം വെളിപ്പാട് പുസ്തകത്തിലെ ഭാഷാശൈലി അദ്ദേഹം നോക്കിയിട്ട് യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എഴുത്താണ് എന്ന് കണ്ടിട്ട് അത് അപ്പോസ്തലനായ യോഹന്നാൻ അല്ല, മറ്റേതോ യോഹന്നാനാണ് എഴുതിയതെന്ന് അവകാശപ്പെട്ടു. 4. ഈ കാരണങ്ങളാൽ പൗരസ്ത്യ ദേശത്ത് യവനായ സഭകളിലും സുറിയാനി സഭകളിലും കുറേ കാലത്തേക്ക് ഇതിന്റെ കാനോനികത്വം അംഗീകരിക്കപ്പെടാതിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം പാശ്ചാത്യ സഭ ആരംഭത്തിൽ തന്നെ ഇതിനെ കാനോനിക ഗ്രന്ഥമായിട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 5. സുറിയാനി പെഷിറ്റായി ഈ പുസ്തകം ചേർത്തിട്ടില്ലായിരുന്നു. 6. യെരുശലേമിലെ കൂറിലോസ് തന്റെ കാനോനിക പുസ്തകങ്ങളുടെ പട്ടികയിൽ ഈ വെളിപ്പാട് പുസ്തകം ചേർത്തിട്ടില്ല. 7. എന്നാൽ ഇതിനിടയ്ക്ക് ചില സഭാപിതാക്കന്മാർ അംഗീകരിച്ചിരുന്നു. അതിനെ അവരെ കുറിച്ചുകൂടെ ഇടയ്ക്ക് ഞാൻ പറയുകയാണ്. അതായത് മെത്തോഡിയാസ്, അത്താനാഷ്യസ്, നൈസ്യയിലെ ഗ്രിഗറി, അലക്സാണ്ട്രിയയിലെ കൂറിലോസ്, എപ്പിഫാനിയാസ് എന്നീ പിതാക്കന്മാർ വെളിപ്പാട് പുസ്തകത്തെ കാനോനിക ഗ്രന്ഥമായി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. 8. ക്രിസ്തുവിന്റെ അക്ഷരീയ അതായത് സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എറാസ്മസ്, മാർട്ടിൻ ലൂതർ, സിംഗ്ലി എന്നീ നവീകരണ കർത്താക്കൾ ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്തൃത്വത്തെ നിഷേധിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വിജ്ഞാനത്തിനായി പൊതുവെ ഞാൻ ഓർത്ത് എന്നതേ ഉള്ളൂ. അപ്പൊ ഓർക്കുക, വെളിപ്പാട് പുസ്തകത്തെ നിഷേധിച്ച ആളുകൾ ധാരാളമുണ്ട്, ഇന്നും നിഷേധിക്കുന്നവർ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ബി, പ്രധാനപ്പെട്ട 2-ാമത്തെ പോയിന്റ്, ആന്തരിക തെളിവുകൾ. അപ്പോൾ അപ്പോസ്തലനായ യോഹന്നാനാണ് ഈ പുസ്തകം എഴുതിയതെന്ന് നമുക്കറിയാം. അതിന് ആന്തരികമായ തെളിവുകളാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്.
വെളിപ്പാട് പുസ്തകം നമുക്ക് പരിശോധിക്കാം. വെളിപ്പാട് 1:1 നമുക്ക് വായിക്കാം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഇവിടെ തന്റെ ദാസനായ യോഹന്നാൻ എന്ന് വ്യക്തമായി പറയുന്നു. 4-ാം വാക്യം, യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്. അപ്പോൾ യോഹന്നാനാണ് എഴുതുന്നതെന്ന് വ്യക്തമായി കാണുന്നു. 9-ാം വാക്യം, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. അപ്പൊ ഇവിടെ യോഹന്നാൻ ആണ് ഇത് എഴുതുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു തെളിവ് കൂടെ ചൂണ്ടിക്കാണിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 22:8 ഇങ്ങനെ വായിക്കുന്നു, ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. അപ്പോൾ 4 വാക്യങ്ങൾ കൃത്യമായി യോഹന്നാൻ തന്നെയാണ് ഈ ഗ്രന്ഥം എഴുതിയതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അപ്പോസ്തലൻ എന്ന് തന്നെ കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. യോഹന്നാൻ എന്ന് പേരെ പറഞ്ഞിട്ടുള്ളൂ, അപ്പോസ്തലൻ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അപ്പോസ്തലന്റെ അധികാരത്തോടു കൂടിയാണ് താനിത് എഴുതുന്നതെന്ന് നാം മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഈ ഗ്രന്ഥം നമ്മൾ പഠിക്കുമ്പോൾ ആസ്യയിലെ 7 സഭകളിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഈ ഗ്രന്ഥം എഴുതുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മാത്രമല്ല, പഴയ നിയമത്തിലുള്ള ശൈലികളും രീതികളും ഒക്കെ വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളം കാണുന്നത് കൊണ്ട് ഇത് ഒരു യഹൂദൻ തന്നെ എഴുതി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ യോഹന്നാൻ അപ്പോസ്തലനോടുള്ള ബന്ധത്തിൽ യോജിക്കുന്ന വിഷയമാണ്. എന്നാൽ ചാൾസ് എന്ന് പറയുന്ന ഒരു വേദപണ്ഡിതൻ ഇതിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഏത് വിഷയം പഠിക്കുമ്പോഴും നമ്മൾ അതിന്റെ മറുവശവും കൂടെ പഠിക്കണം. അപ്പൊ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് ഇവിടെ ഒരു പോയിന്റ് കണ്ടുപിടിച്ചു, അപ്പോസ്തലൻ എന്ന് പറഞ്ഞിട്ടില്ല, വെറും യോഹന്നാൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ തന്നെ ആകണമെന്നോ ഇല്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അദ്ദേഹം പറയുന്നത് വെളിപ്പാട് പുസ്തകം 20:14 അവിടെ 12 അപ്പോസ്തലന്മാരെ കുറിച്ചും 12 അടിസ്ഥാനത്തെക്കുറിച്ചും പറയുന്നു. അങ്ങനെ പറയുന്നിടത്ത് തേർഡ് പേഴ്സൺ ആയിട്ടാണ് ഈ അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നത്. താനും കൂടെ അതിലുണ്ടെങ്കിൽ തേർഡ് പേഴ്സൺ ആയിട്ട് അവിടെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് വാദം. എന്നാൽ ഈ വാദം തെറ്റാണ്. അതിനുള്ള മറുപടി ഞാൻ പറയുകയാണ്. അതായത് പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ എഫേസ്യ ലേഖനം 1:1 താനാണത് എഴുതുന്നതെന്ന് പറയുമ്പോൾ തന്നെ 2:20 പ്രഥമ പുരുഷനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, തേർഡ് പേഴ്സൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അല്ല എഫേസ്യ ലേഖനം എഴുതിയതെന്ന് വരുന്നില്ല. അതുപോലെ തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിലും എന്ന് പറഞ്ഞ് നമ്മൾ ആ വാദം ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകാരൻ പത്മോസ് ദ്വീപിൽ തടവുകാരനായിരുന്നു എന്നുള്ളത് വെളിപ്പാട് 1:9 നമ്മൾ കാണുന്നു. അതൊന്ന് ഞാൻ വായിക്കാം. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. അപ്പോൾ പത്മോസ് ദ്വീപിൽ തടവുകാരനായിരുന്ന യോഹന്നാനെ കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാം തടവുകാരനായിരുന്നത് ആരാ? യോഹന്നാൻ അപ്പോസ്തലൻ തന്നെയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ തടവുകാരനായിരുന്നു എന്നും ആ ദ്വീപിലേക്ക് തന്നെ നാടുകടത്തി എന്നും ചരിത്രത്തിൽ സഭാപിതാക്കന്മാരുടെ ആദ്യകാല എഴുത്തുകളുടെ റെക്കോർഡ് നമുക്കുണ്ട്.
അപ്പൊ യോഹന്നാൻ അപ്പോസ്തലനെ നാട് കടത്തിയില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നാട് കടത്തപ്പെട്ടിരുന്നു എന്ന് വ്യക്തമായി 1-ാം നൂറ്റാണ്ട് ആദ്യ കാലഘട്ടത്തിലുള്ള സഭാപിതാക്കന്മാരുടെ തെളിവുകൾ, അവരുടെ രേഖകൾ നമുക്കുണ്ട്. 3 രേഖകൾ തെളിവിനായി പറയുകയാണ്. ഒന്ന്, അലക്സാണ്ട്രിയയിലെ ക്ലമന്റ് എന്ന സഭാപിതാവ് അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നിന്നും മടങ്ങി വന്നതായിട്ട് തന്റെ എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2, യുസീബിയസ് എന്ന ചരിത്രകാരൻ ഡൊമീഷ്യന്റെ മരണത്തിന് ശേഷം ഈ യോഹന്നാൻ അപ്പോസ്തലൻ മടങ്ങി വന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3, ഐറീനിയസ്, അദ്ദേഹം താൻ മടങ്ങി വന്ന് ട്രാജന്റെ കാലം വരെ എഫെസോസിൽ താമസിച്ചിരുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അപ്പോസ്തലനായ യോഹന്നാൻ തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകാരൻ എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം നിർത്തിയാണ്. അപ്പോൾ എഴുത്തുകാരൻ യോഹന്നാൻ തന്നെ, അപ്പോസ്തലനായ യോഹന്നാൻ തന്നെ, കർത്താവിന്റെ മാറിൽ ചാരിയിരുന്ന യോഹന്നാൻ തന്നെ. അതോടുള്ള ബന്ധത്തിൽ യോഹന്നാനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയട്ടെ. നമുക്കറിയാം, യേശു കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. 12 പേരും യേശു കർത്താവ് സ്നേഹിച്ചു. അതുപോലെ തിരിച്ച് അവര് യേശു കർത്താവിനെയും സ്നേഹിച്ചു. എന്നാൽ യേശു കർത്താവിനെ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതായിട്ട് കാണുന്നത് പത്രോസും, യേശു കർത്താവ് തിരിച്ച് 12 ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് യോഹന്നാനെ ആയിട്ടാണ് കാണുന്നത്. യോഹന്നാൻ ഒരുപക്ഷെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായതുകൊണ്ട് താനെ കൂടുതൽ സ്നേഹിച്ചതായിരിക്കാം, നമുക്കറിയില്ല. ഏതായാലും താൻ സ്നേഹിച്ച ശിഷ്യനാണ്. രഹസ്യങ്ങൾ യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലയളവിൽ യേശു കർത്താവിന്റെ ഹൃദയത്തിന്റെ തുടുപ്പ് നെഞ്ചിനോട് ചാരിയിരുന്ന് രഹസ്യങ്ങൾ ചോർത്തി മനസ്സിലാക്കിയിരുന്നത് യോഹന്നാനാണ്. ആ യോഹന്നാന് തന്നെ കർത്താവ് പത്മോസ് ദ്വീപിൽ വെച്ച് ദൈവത്തിന് വെളിപ്പെടുത്താനുള്ള രഹസ്യമായ ഭാവിയിലെ കാര്യങ്ങളെല്ലാം തന്റെ ശിഷ്യന് വെളിപ്പെടുത്തി കൊടുത്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തെ ഉണ്മയായി സ്നേഹിക്കുന്നവർക്കും ദൈവം ഉണ്മയായി പ്രിയപ്പെട്ട് ഇങ്ങോട്ട് സ്നേഹിക്കുന്ന തന്റെ ഭക്തകൾക്ക് ദൈവം അതനുസരിച്ചുള്ള ആത്മീയ ദർശനവും വെളിപ്പാടും ദൈവം നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. തുടർന്ന് ആർക്ക് വേണ്ടി എഴുതിയെന്ന് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഇതെല്ലാം വേഗത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞങ്ങനെ പോവുകയാണ്. ആർക്ക് വേണ്ടി എഴുതി? ആസിയയിലെ അല്ലെങ്കിൽ ഏഷ്യ ഭൂഖണ്ഡത്തിലെ 7 സഭകൾക്ക് വേണ്ടിയാണ് ഈ ദൂത് എഴുതിയത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ആസിയയിൽ കേവലം 7 സഭകൾ മാത്രമേ അക്കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അങ്ങനെയല്ല. ആസിയയിൽ 7-ലധികം സഭകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ 7 സഭകളെ തിരഞ്ഞെടുത്ത് ദൂതുകൾ നൽകി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആസിയയിൽ ഈ 7 സഭകൾ കൂടാതെ സഭകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഞാൻ ചില തെളിവുകൾ പറയാം. അതായത് കൊലോസിയർ 1:1, 4:13, അപ്പോസ്തല പ്രവൃത്തി 20:6-7 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7 സഭകൾ കൂടാതെ കൊലോസ്യ സഭ, ഹീറപ്പോലിസ്, ത്രോവാസില് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സഭകൾ ഉണ്ടായിരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ 7 സഭകൾ എന്നുള്ള നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു പൂർണ്ണ സംഖ്യ എന്നുള്ള നിലയിൽ പ്രത്യേകമായി ചില കാര്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുവാനുള്ളത് കൊണ്ട് ആണ്. അപ്പൊ ഈ ലോകത്തിലുള്ള എല്ലാ സഭകളെയും ഒരളവിൽ പ്രതിനിധാനം ചെയ്യുന്ന 7 സഭകൾക്കുള്ള ദൂതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. ഓരോ സഭയ്ക്കും പ്രത്യേകം ദൂതുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമായതിനാൽ ഓരോ സഭയ്ക്കുള്ള ദൂതുകളും അതാത് സഭയ്ക്ക് ആവശ്യമായതുപോലെ തന്നെ
7 സഭകളുടെ ദൂത് കർത്താവിന്റെ വരവ് വരെയുള്ള എല്ലാ കാലഘട്ടത്തിലുമുള്ള ദൈവമക്കൾക്ക്, സഭകൾക്ക് വേണ്ടിയുള്ള ദൂതുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആർക്ക് വേണ്ടി എഴുതി എന്ന് ഞാൻ പറയുകയുണ്ടായി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആസിയയിലെ 7 സഭകൾക്ക്. അല്പം കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തെമ്പാടുമുള്ള എക്കാലത്തുമുള്ള കർത്താവിന്റെ മടങ്ങി വരവ് വരെയുള്ള എല്ലാ സഭകൾക്ക് വേണ്ടിയുള്ള ദൂതാണ്. ഇനി 7 സഭകളെ കുറിച്ച് ഞാൻ പെട്ടെന്ന് ആ സഭകളുടെ ആയിരിക്കുന്ന സ്ഥാനത്തെ കുറിച്ച് ഞാൻ പെട്ടെന്ന് പറയാൻ പോവുകയാണ്. ഒരു പ്രധാന റോമൻ വീതിയിൽ തന്നെയായിരുന്നു ഈ 7 സഭകളുടെയും സ്ഥാനം. യോഹന്നാനെ പത്മോസ് ദ്വീപിലാണല്ലോ നാട് കടത്തിയിരുന്നത്. പത്മോസ് ദ്വീപിൽ നിന്നും യാത്ര ചെയ്ത് വരികയാണെങ്കിൽ, അവിടെ വെച്ചാണല്ലോ തനിക്ക് ദർശനം കൊടുക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് വരികയാണെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരുവന് ആദ്യം എഫസോസിലെത്താം. അവിടെ നിന്നും വടക്കോട്ട് യാത്ര ചെയ്താൽ സ്മുർണയിലെത്താം. തുടർന്ന് പെർഗമോസിലെത്താൻ കഴിയും. അതേ തുടർന്ന് തെക്ക് കിഴക്കായി യാത്ര ചെയ്താൽ ആദ്യം തുയതൈരയിലും പിന്നെ സർദീസിലും അതിനുശേഷം ഫിലദൽഫിയയിലും ഒടുവിലായി ലവോദിക്കയിലും ചെന്ന് ചേരുവാനായിട്ട് സാധിക്കും. സഭയ്ക്കുള്ള ദൂതുകൾ എഴുതിയ അതേ ക്രമത്തിൽ തന്നെയാണ് സഭകളുടെ സ്ഥാനവും എന്ന് നമ്മൾ ഓർത്തിക്കണം. ഞാൻ ആവർത്തിക്കുന്നില്ല. ചില പോർഷനിൽ നിന്ന് കൂടുതൽ പറഞ്ഞു പോകാൻ വേണ്ടി അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. അടുത്ത എഴുതിയ സന്ദർഭത്തെ കുറിച്ച്. അപ്പോൾ ഏത് സന്ദർഭത്തിലാണ് വെളിപ്പാട് പുസ്തകം യോഹന്നാൻ എഴുതിയത്? നമുക്കറിയാം, ഏത് ഗ്രന്ഥം എഴുതിയാലും, കവിത എഴുതിയാലും, ഗാനങ്ങൾ എഴുതിയാലും അതിനൊരു സന്ദർഭം കാണും. അത് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം എഴുതിയതിന് ഒരു സന്ദർഭം ഉണ്ട്. അതായത് തനിക്ക് പ്രത്യക്ഷനായ കർത്താവിന്റെ നേരിട്ടുള്ള കൽപ്പന പ്രകാരമാണ് ഈ പുസ്തകം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്നത്. അങ്ങനെ എഴുതുന്നു എന്നുള്ളത് നമുക്ക് യോഹന്നാന്റെ പുസ്തകം അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ 1:10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ദീർഘമായ ആ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. ആദ്യത്തെ വാക്യം മാത്രം വായിക്കാം. വെളിപ്പാട് 1:10 മുതലുള്ളതിൽ ആദ്യത്തെ വാക്യം: കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ് എന്നുള്ള സഭകൾക്ക് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിന്റെ നേരിട്ടുള്ള കൽപ്പന പ്രകാരമാണ് താനത് എഴുതുന്നത്. 19-ാം വാക്യം: നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനുള്ളതും. അപ്പോ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനി സംഭവിപ്പാനുള്ളത്. അപ്പൊ എത്ര കൃത്യമായിട്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ താക്കോൽ വാക്യം എന്ന് പറയുന്നത് 19-ാം വാക്യമാണ്. അതനുസരിച്ചാണ് നമ്മൾ വിഭജിക്കുവാനായിട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകം വിഭജിച്ച് പഠിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രശ്നമാണ്, പ്രയാസമാണെന്നൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. ഇല്ല, വ്യക്തമായി വിഭജിച്ച് പഠിക്കാനും പഠിപ്പിക്കുവാനും വേണ്ടി നമുക്ക് വിഭജന മാതൃക തന്നിരിക്കുന്ന ഏക ഗ്രന്ഥം വെളിപ്പാട് പുസ്തകമാണ്. പക്ഷെ അതനുസരിച്ച് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നമ്മൾ പഠിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എഴുതിയ സന്ദർഭത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്: സഭ ഭയങ്കരമായ പീഡയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരുന്നു ആ കാലഘട്ടം. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് രക്തസാക്ഷികൾ എരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ: രക്തസാക്ഷികൾ എരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം എഴുതുന്ന സന്ദർഭത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് ഏകദേശം 60 വയസ്സ് പ്രായം. അതായത് AD 30-32 കാലയളവിലാണ് സഭ രൂപം കൊണ്ടതെങ്കിൽ AD 90-96 ആവുമ്പോൾ
60 വയസ്സ് പ്രായം സഭയ്ക്ക് ഉണ്ട്. ആ സന്ദർഭത്തിൽ പലരും രക്തസാക്ഷികളായി എരിഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളത് ഓർക്കണം. അപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ക്രൈസ്തവർക്ക് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പീഡയുടെ സംക്ഷിപ്ത രൂപമാണ്. അതൊരു വലിയ സബ്ജക്റ്റാണ്. പക്ഷെ പീഡയുടെ സംക്ഷിപ്ത രൂപം ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പോവുകയാണ്. ഈ നീറോ ചക്രവർത്തിയുടെ കാലം മുതലാണ് ഉള്ള പീഡയാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, നീറോ ചക്രവർത്തി AD 54 മുതൽ 68 വരെയുള്ള കാലയളവിൽ ഭയങ്കരമായ പീഡ അഴിച്ചുവിട്ടു. ആ കാലഘട്ടത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ കൊല്ലപ്പെടുന്നത്, പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെടുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊല്ലപ്പെടുന്നു, താൻ കൊല്ലപ്പെടാൻ പോകുന്നു എന്നുള്ള വസ്തുത അപ്പോസ്തലപ്രവൃത്തി 25:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും 2 തിമോത്തിയോസ് 4:6-7 വാക്യങ്ങളിലും കാണുവാൻ കഴിയും. ഈ സന്ദർഭത്തിൽ വ്യാപകമായ പീഡനം 64 മുതൽ 70 വരെയുള്ള കാലയളവിൽ വിട്ടിരുന്നു. ഈ സന്ദർഭത്തിൽ ഈ നീറോ ചക്രവർത്തി റോമ നഗരം തീ വെച്ച് നശിപ്പിച്ചു. ഈ നീറോ ചക്രവർത്തി അതിക്രൂരനായിരുന്നു, ഭയങ്കര ക്രൂരനും ദുഷ്ടനുമായിരുന്നു. ആരെ വേണമെങ്കിലും കൊല്ലും, തന്റെ കൂടപ്പുറപ്പുകളെ താൻ കൊല്ലും, ഭാര്യ വേണമെങ്കിലും ഭാര്യമാരിൽപ്പെട്ടവരെയും കൊല്ലും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: കൂടെ പഴയ പട്ടണങ്ങളെ രഹസ്യമായി ആള് വെച്ച് തീ വയ്പ്പിക്കും. എന്തിനാ തീ വയ്പ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, തീ വെച്ച് നശിക്കുമ്പോൾ പുതിയ പട്ടണം പണിയപ്പെടും, അങ്ങനെ രാജ്യം പുതുക്കപ്പെടണം. ഇതാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടം. അങ്ങനെ റോമാ നഗരം തീ വെച്ച് നശിച്ച് അങ്ങനെ തീ ആളി കത്തുമ്പോൾ, ഇന്നത്തെ പോലെ ഫയർ എഞ്ചിനൊന്നും ഇല്ലല്ലോ, ആളി കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി അത് ദൂരെ നിന്ന് കണ്ടിട്ട് മാളികയിൽ വെച്ച് കൊട്ടാരത്തിൽ നിന്നും വീണ വായിച്ചു എന്നാണ് പറഞ്ഞത്. വീണ വായിച്ച് രസിക്കുകയായിരുന്നു. ഉടനെ ഇത് കണ്ടപ്പോൾ രോഷാകുലരായ ജനം ഇളകി. ഇതാ പ്രജകൾ വെന്തു മരിക്കുന്നു, ആളുകൾ വെന്തു മരിക്കുന്നു, പട്ടണം ചുട്ടി ചാമ്പലാക്കപ്പെടുന്ന സന്ദർഭത്തിൽ രാജാവ് ഇതാ ഇങ്ങനെ ഇരുന്ന് വീണ വായിക്കുകയാണ്, സുഖിക്കുകയാണ്. ഇങ്ങനെ ദുഷ്ടനായ രാജാവിനെ ഞങ്ങൾക്ക് വേണ്ട, ചക്രവർത്തി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ജനം രാജാവിനെതിരെ ഇളകി. അന്നേരം ഇദ്ദേഹം ചെയ്ത പരിപാടി എന്നറിയാമോ? എല്ലാ കുറ്റവും ക്രിസ്ത്യാനികളാണ് ചെയ്തു വെച്ചത്, ക്രൈസ്തവരാണ് ഇത് ചുട്ടത്, അവരെ ദൃഷ്ടി വെപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ ദുഷ്ടനായ ചക്രവർത്തി ക്രൈസ്തവരുടെ മേൽ പീഡ അഴിച്ചുവിട്ടു, ക്രൈസ്തവരെ കൊല്ലുവാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലനെ തലവെട്ടിക്കൊല്ലുന്നത്. അനേകം ക്രൈസ്തവരെ അന്ന് പന്തങ്ങളായി എരിച്ചു കൊന്നു. പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന പലർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ്. നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളുടെ മേൽ ക്രൂരമായ പീഡകൾ അഴിച്ചുവിട്ടു. അദ്ദേഹം ചെയ്തെന്താണെന്നറിയാമോ? മനുഷ്യരെ, ക്രിസ്ത്യാനികളിൽപ്പെട്ട അനേകരെ പിടിച്ചിട്ട് അവിടെ ശരീരത്തിൽ കീല് കൊണ്ടുള്ള തുണി ചുറ്റിയിട്ട് തന്റെ ഉദ്യാനത്തിൽ, തന്റെ ഗാർഡനിൽ രാത്രിയിൽ അവിടെ ഇവിടെ ആയിട്ട് തൂണുകൾ നിർത്തി കെട്ടിവെച്ചിട്ട് ഇവരെ കത്തിച്ചു. അവര് പങ്കായിട്ട് ഇങ്ങനെ വിളക്ക് പോലെ നിന്ന് കത്തുകയാണ്. ആ കത്തുന്ന വെളിച്ചത്തിൽ അവിടെ ഡാൻസ്, നൃത്തവും മദ്യപാനവും മറ്റും ആഘോഷമായിരുന്നു. അങ്ങനെയുള്ള ദുഷ്ടനായ ഒരു വ്യക്തിയായിരുന്നു നീറോ ചക്രവർത്തി. അപ്പോ ഈ കാലത്താണ് പൗലോസിനെയും കൊന്നത്, അതുപോലെ പത്രോസിനെയും തല കീഴായിട്ട് ക്രൂശിച്ചതെന്നുള്ളത് ഓർത്തിരിക്കണം. അത് കഴിഞ്ഞു അടുത്ത ചക്രവർത്തി AD 68 ഗബ്ബ ചക്രവർത്തി വന്നു. തുടർന്ന് 69 ഓഥോ ചക്രവർത്തി. ഇവരെല്ലാം ക്രൈസ്തവരെ പീഡിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് 69 തന്നെ ബെറ്റേലസ് എന്ന ചക്രവർത്തി വന്നു. അതിനുശേഷം 69 മുതൽ AD 69 മുതൽ 79 വരെ വെസ്പേഷ്യൻ ചക്രവർത്തി. തുടർന്ന് 6ാമത് ഡൊമിഷ്യൻ ചക്രവർത്തി.
AD 80 മുതൽ 96 വരെയുള്ള കാലയളവ്. അപ്പൊ ഈ കാലയളവിൽ AD 80 മുതൽ 96 വരെയുള്ള കാലയളവിൽ ഡൊമീഷ്യൻ ചക്രവർത്തി ഭരണത്തിൽ വന്നു. ഈ ഡൊമീഷ്യൻ ചക്രവർത്തി നീറോ ചക്രവർത്തിയെ പോലെ അതിക്രൂരനായിരുന്ന ഒരു ചക്രവർത്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം ക്രിസ്ത്യാനികളെ ദാരുണമായിട്ട് പീഡിപ്പിച്ചു. ഈ കാലത്താണ് സ്മുർണയിൽ ഉണ്ടായിരുന്ന അന്തിപ്പാസ് എന്ന് പറയുന്ന സഭാപിതാവിനെ ചുട്ടുകൊന്നത്. അവിടെ നമ്മൾ വായിക്കുന്നു, അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നിങ്ങളുള്ള വിശ്വാസം നീ കാത്തു സൂക്ഷിച്ചെന്നുള്ളതാണ്. അന്തിപ്പാസിനെ കൊന്നത്, അന്തിപ്പാസിന്റെ പേര് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ഭാഗം ഞാൻ വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ആ സംഭവം കൂടെ ഒന്ന് പറഞ്ഞു പോകാം. ആ കാലത്ത് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പ്രായമുള്ള അന്തിപ്പാസിനെ കൊണ്ടുവന്നു. അദ്ദേഹം വൃദ്ധനായ ഒരു മനുഷ്യനാണ്. അന്തിപ്പാസിനെ കൊണ്ടുവന്ന് ഒരിടത്ത് നിർത്തി. അല്ലയോ അന്തിപ്പാസെ, ഈ വയസ്സുകാലത്ത് നിനക്ക് സുഖമായിട്ട് ജീവിക്കാം, യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ മതി. അന്തിപ്പാസ് പറഞ്ഞു, ഞാൻ ഒരിക്കലും തള്ളിപ്പറയുകയില്ല. എൻ്റെ ഇത്രയും പ്രായത്തിൽ എന്നെ രക്ഷിച്ച് എന്നെ പരിപാലിച്ച കർത്താവിനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല, തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തി ചെയ്തത് എന്താണെന്നറിയാമോ? ഒരു വലിയ താമ്ര കാളയെ കൊണ്ടുവന്നു. വലിയ ഒരു താമ്രം കൊണ്ടുണ്ടാക്കിയ കാള. ആ കാളയുടെ വയറിൽ സൈഡില് ഒരു വാതിലുണ്ട്. ആ വാതിൽ തുറന്നാൽ അകത്ത് പൊള്ളയാണ്. ഈ താമ്രം കൊണ്ടുണ്ടാക്കിയ ആ കാളയുടെ അടിഭാഗം അത് ഇങ്ങനെ തീ വെച്ച് പൊള്ളിച്ച് ഇങ്ങനെ അത് ചൂടുപിടിപ്പിക്കുകയാണ്. അങ്ങനെ ചുട്ടു പഴുത്ത താമ്ര കാളയുടെ വയറ്റിലേക്ക് ഇദ്ദേഹത്തെ തള്ളുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ ചുട്ടുപഴുത്ത് ഇങ്ങനെ, നമുക്കറിയാം, തീയില് ഒരു വെട്ടുകത്തിയോ ഇരുമ്പോ പഴുത്തിരുന്നാൽ കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തീ കനൽ പോലെ ഇരിക്കും. അതുപോലെ കനലായിട്ടിരിക്കുമ്പോൾ ചക്രവർത്തി ചോദിച്ചു, അല്ലയോ അന്തിപ്പാസെ, നിനക്ക് രക്ഷപ്പെടുവാൻ ഇനിയും മാർഗമുണ്ട്. യേശുവിനെ തള്ളിപ്പറയാൻ പറ്റുമോ? ഇല്ല, തള്ളിപ്പറയില്ല. അന്തിപ്പാസിന് എന്ത് ചെയ്യുന്നറിയാമോ? ആ വാതിൽ തുറന്നു അകത്തോട്ട് എടുത്തിട്ടു. അന്തിപ്പാസിനെ വാർത്തു കൊന്നു. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ എങ്ങനെ ആ മനുഷ്യൻ വേദന അനുഭവിച്ചു, പെടഞ്ഞു. വാർത്തു കൊല്ലുമ്പോ ഒരു സെക്കൻഡ് കൊണ്ട് മരിക്കുകയില്ലല്ലോ. നമുക്കറിയാം, അല്പം തീ കൊണ്ട് പൊള്ളിയാലുള്ള വേദന. അന്തിപ്പാസ് അവിടെ കിടന്ന് വേദനപ്പെട്ടു, പെടഞ്ഞു, മരിച്ചു. കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ രക്തസാക്ഷികൾ എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്നതെന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പോൾ അതിനുശേഷം ഡൊമീഷ്യൻ ചക്രവർത്തിയെ കുറിച്ച് വീണ്ടും പറയട്ടെ. അദ്ദേഹം നീറോ പോലെ തന്നെ ക്രൂരനായിരുന്നു. ഇദ്ദേഹം വേറൊരു പരിപാടി ചെയ്തു. ജൂപ്പിറ്ററിന്റെ ദേവാലയം റോമിൽ സ്ഥാപിച്ചു. എന്നിട്ട് അതിൽ ദേവനായി പ്രതിഷ്ഠിച്ചത് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ പ്രതിമയാണ്. പഴയ കാലഘട്ടത്തിൽ പല പല ചക്രവർത്തിമാര് ഞാനാണ് ദൈവത്തിന്റെ പുരുഷൻ, ദൈവം എന്നുള്ള നിലയിൽ അവരുടെ പ്രതിമയെ നമസ്കരിക്കുവാൻ വേണ്ടി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ നീറോ ചക്രവർത്തി അല്ല, ഡൊമീഷ്യൻ ചക്രവർത്തി തന്റെ പ്രതിമയെ അവിടെ വയ്ക്കുകയും താനാണ് ദൈവം, തന്നെ എല്ലാവരും നമസ്കരിക്കണമെന്നുള്ള നിലയിൽ ചക്രവർത്തി പൂജ നടപ്പിലാക്കി. അപ്പോൾ ഈ ചക്രവർത്തി പൂജ നടപ്പിലാക്കിയപ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ ഉള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട പലരും, അതുപോലെ രാജാവിന്റെ ബന്ധുക്കളിൽ ചിലരുമൊക്കെ അത് അംഗീകരിച്ചില്ല, അവരെ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞു. അതുപോലെ അനേക ക്രിസ്ത്യാനികൾ അവർ തീർത്തും ഡൊമീഷ്യൻ ചക്രവർത്തിയെ ദൈവമായിട്ട് അംഗീകരിക്കുകയില്ല, ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡൊമീഷ്യനെതിരായിട്ട് ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടായി. യുദ്ധത്തിൽ ക്രൈസ്തവരൊന്നും അതിലില്ല, ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ബന്ധുക്കളും ആൾക്കാരും അതിലുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിലും ഡൊമീഷ്യൻ ചക്രവർത്തി പകരം വീട്ടിയത്
ക്രൈസ്തവരെ, പാവപ്പെട്ട ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കുടുംബാംഗങ്ങളിൽ ചിലര് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ആ സ്വീകരിച്ചവരെയൊക്കെ ഡൊമിഷ്യൻ ചക്രവർത്തി വധിച്ചു. ഈ സന്ദർഭത്തിൽ വധിച്ചവരിൽ ഫ്ലാവിയൂസ്, ക്ലമൻസും ഭാര്യ ഡെമിറ്റല് വധിക്കപ്പെട്ടവരിൽ ചിലരായിരുന്നു. ഇതെല്ലാം രാജാവിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഇവരെല്ലാം രാജാവ് കൊന്നുകളഞ്ഞു. ഇതേ സമയം ഇതാ എഫെസോസിലെ സഭയിലെ മൂപ്പനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലനെ പിടിച്ചു. യോഹന്നാൻ അപ്പോസ്തലനെ പിടിച്ചുകൊണ്ടുവന്നു. ഇനി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ബൈബിളിനകത്തില്ല, ഞാനത് ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിവിലേക്ക് പകർന്നു തരികയാണ്. അപ്പോ വൃദ്ധനായിരിക്കുന്ന മനുഷ്യനാണ്. ഏകദേശം 90ഓളം വയസ്സ് പ്രായമുണ്ട്. അങ്ങനെയുള്ള വൃദ്ധനായ യോഹന്നാനെ പിടിച്ച് ഇതാ കൊണ്ടുവന്നു ചക്രവർത്തിയുടെ മുൻപാകെ നിർത്തി. യോഹന്നാനോട് പറഞ്ഞു, നിന്നെ എണ്ണയിലിട്ട് വറുത്ത് കൊല്ലും. യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞു. യോഹന്നാൻ പറഞ്ഞു, ഞാൻ തള്ളിപ്പറയയില്ല, മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയയില്ല എന്ന് പറഞ്ഞു. വലിയ ഒരു വാർപ്പ് കൊണ്ടുവന്നു. ആ വാർപ്പ് നിറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ തിളപ്പിച്ച് ചിലുചില തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണ ചിലുചില തിളച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതാ യോഹന്നാനോട് ചക്രവർത്തി ചോദിക്കുകയാണ്, അല്ലയോ യോഹന്നാനെ, ഈ വയസ്സുകാലത്ത് ഈ എണ്ണയിൽ വീണ് നീ മരിക്കണമോ, സമാധാനത്തോടെ നിനക്ക് ഈ ലോകത്തിൽ ജീവിച്ച് അന്ത്യം വരിക്കണമോ? നീ യേശുവിനെ തള്ളിപ്പറയാനുള്ള അവസാനത്തെ അവസരം നിനക്ക് തരികയാണ്. തള്ളിപ്പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിന്നെ ഈ എണ്ണയിൽ ഇടാൻ പോവുകയാണ്. അപ്പോ രാജാവേ, എനിക്ക് ദൈവത്തെ അല്ലാതെ ഞാൻ ആരെയും ആരാധിക്കില്ല, ഞാൻ തള്ളിപ്പറയില്ല. യേശു കർത്താവിനെ ഞാൻ ദൈവമായിട്ട് സ്വീകരിച്ചത്. എന്റെ കർത്താവ് യേശു കർത്താവാണ്. യേശു കർത്താവ് അല്ലാതെ വേറെ ഒരു ദൈവമില്ല. ഞാൻ രാജാവിനെ ദൈവമാണെന്ന് സേവിക്കയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട രാജാവ് ക്ഷുഭിതനായി പടയാളികളോട് പറഞ്ഞു, ഈ വൃദ്ധനെ എടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇടാൻ പറഞ്ഞു. തിളച്ച എണ്ണയിലേക്ക് ഇട്ടു. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, എണ്ണ പച്ചവെള്ളം പോലെ തണുത്തുപോയി എന്നാണ്. നോക്കണം ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ. അപ്പോ പച്ചവെള്ളത്തിൽ ഒരാളിനെ എടുത്തിട്ടാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ പുള്ളി ആ വെള്ളത്തിൽ കിടന്നു, എണ്ണയെ കിടന്നു. അപ്പോൾ രാജാവ് ഏതായാലും ഈ വൃദ്ധനെ എന്തോ അത്ഭുത സിദ്ധി ഇദ്ദേഹത്തിനുണ്ട്, ഇദ്ദേഹത്തിനെ കൊല്ലണ്ട, ഇദ്ദേഹത്തിനെ വെറുതെ വിടാം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അവിടെ നിന്നും പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. അക്കാലത്ത് കൊള്ളക്കാരന്മാരെയും ചില ക്രൂരന്മാരായ ദുഷ്ടന്മാരെയൊക്കെ ചിലരെ തൂക്കിക്കൊല്ലും, ചിലരെ വെട്ടിക്കൊല്ലും, ചിലരെ നാടുകടത്തും. അപ്പൊ അങ്ങനെ നാടുകടത്തപ്പെടുന്ന ഒരു സ്ഥലമാണ് പത്മോസ് ദ്വീപ്. അവിടേക്ക് ഇദ്ദേഹത്തിനെ നാടുകടത്തി. പ്രിയമുള്ളവരെ, ആ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, ഏകദേശം 40,000 പേര് കൊല്ലപ്പെട്ടു. ക്രൈസ്തവരിൽ 40,000 പേര് കൊല്ലപ്പെട്ടു. അങ്ങനെ ക്രൈസ്തവർ എരിഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആണ് വെളിപ്പാട് പുസ്തകം എഴുതപ്പെടുന്നത്. അടുത്ത് ഞാൻ പത്മോസ് ദ്വീപിനെ കുറിച്ച് അല്പമായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. പത്മോസ് ദ്വീപിനെ കുറിച്ച് ഏഷ്യ മൈനറിന് 90 മൈൽ പടിഞ്ഞാറ് ഭാഗത്തായി ഉള്ള ഒരു സ്ഥലമാണ് പത്മോസ് ദ്വീപ്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ പത്മോസ് ദ്വീപിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാകണം. എങ്കിലേ ആ വെളിപ്പാട് പുസ്തകത്തിന്റെ ആ പഠനത്തിൽ നമുക്ക് ആഴമായി അത് ഗ്രഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇനി ഞാൻ പത്മോസ് ദ്വീപിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. ഏഷ്യ മൈനറിന് 90 മൈൽ പടിഞ്ഞാറ് ഭാഗത്തായും എഫെസോസിന് 60 മൈൽ തെക്ക് പടിഞ്ഞാറായും സാമോസിന് 55 മൈൽ തെക്ക് പടിഞ്ഞാറും ഏതൻസിൽ നിന്ന് 150 മൈൽ കിഴക്കായും ഈജിപ്ഷ്യൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹത്തിൽ 10 മൈൽ നീളവും 6 മൈൽ വീതിയുമുള്ള ഒരു ദ്വീപാണ് പത്മോസ് ദ്വീപ്. ഒടുവിലുള്ള വാചകം മാത്രം ഓർമ്മയിൽ നിൽക്കാൻ പറയാം. 10 മൈൽ നീളം 6 മൈൽ വീതിയുള്ള ഒരു ദ്വീപാണ് പത്മോസ് ദ്വീപ്. ആ ദ്വീപിലാക്കിയാൽ ആർക്കും നീന്തി ഒന്നും വരാൻ പറ്റത്തില്ല. 10-12 മൈല്
15 മൈല് നീന്താനൊന്നും ആരെ കൊണ്ടും അങ്ങനെ കഴിയത്തില്ല. അങ്ങനെയൊക്കെ വന്നാൽ ഏതെങ്കിലും കരയിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം. അത് മാത്രമല്ല, ആ സ്ഥലത്തെ കുറിച്ചുകൂടെ, ആ ദ്വീപിനെ കുറിച്ചുകൂടെ ഓർക്കണം. ആ ദ്വീപ് പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ദ്വീപാണ്. ഊഷരഭൂമി നിറഞ്ഞ ഒരു സ്ഥലം. തലയോട്ടി കണക്കെ പൊട്ടിത്തെറിച്ച് കിടക്കുന്ന പാറക്കഷ്ണങ്ങളുള്ള ഒരിടം. മറ്റൊരു കാര്യം, കൂടെ അഗ്നിപർവ്വതത്തിന് സമാനമായ സ്ഫോടനങ്ങൾ കുന്നുകളിലും പാറകളുടെ ഇടയിലും ഉണ്ടാകും. അപകടം പിടിച്ച ഒരു സ്ഥലം. അവിടെ കുറ്റവാളികളെ കൊണ്ടിട്ട് ആ സ്ഥലത്തേക്ക് ഇടുമ്പോൾ അവരിതുപോലെയുള്ള ചെറിയ ചെറിയ ഭൂകമ്പം ഉണ്ടാകുമ്പോഴോ പാറകൾ പിളർന്നു വീഴുകയോ ഒക്കെ ചെയ്ത് അങ്ങ് മരിക്കും. ആരും രക്ഷപ്പെടുകയില്ല. അവിടെയാണ് യോഹന്നാൻ അപ്പോസ്തലനെ നാട് കടത്തിയത്. കുറഞ്ഞത് 2 വർഷം താൻ അവിടെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിക്കുക. ഭക്തനായ ഒരു മനുഷ്യൻ, കർത്താവിനെ ഉണ്മയായി സ്നേഹിച്ച ഒരു മനുഷ്യൻ. ഇനി അല്പം ചില ആത്മീയ സത്യങ്ങളോട് പറയട്ടെ. യേശു ഹൃദയത്തിന്റെ തുടിപ്പറിയാവുന്ന മനുഷ്യൻ, യേശു കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ അനുഭവിച്ച ദുരിതം ഒന്ന് ചിന്തിക്കുക. ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ചു, അദ്ദേഹം മരിച്ചില്ല. പ്രിയമുള്ളവരെ, ആ തിളച്ച എണ്ണയിൽ ഇട്ടപ്പോൾ മരിക്കാമായിരുന്നു, മരിച്ചില്ല. പത്മോസ് ദ്വീപിലേക്ക് വന്നു. അവിടെ വന്നു താൻ ആയിരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഒന്ന് ചിന്തിക്കുക. താൻ വിവാഹം കഴിച്ച ആളാണെന്ന് നമുക്കറിയില്ല. ഏതായാലും തനിക്ക് ഇവിടെ ഭാര്യയില്ല, മക്കളില്ല, ആരും സഹായിക്കാനില്ല. താൻ അവിടെ നോക്കുമ്പോൾ നേരത്തെ വന്ന് വീണ് അവിടെ എവിടെയായി മരിച്ചു കിടക്കുന്ന ആളുകളുടെ തലയോട്ടികൾ കാണാൻ സാധിക്കും. അതാണ് അവിടെ കിടക്കുന്നത്. പ്രിയമുള്ളവരെ, താൻ വെള്ളം എങ്ങനെ കുടിച്ചു? ഒരു പിടിയില്ല. ഈ വയസ്സായ മനുഷ്യന് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് എങ്ങനെ അഭിമുഖീകരിച്ചു? 90 വയസ്സ് പ്രായമുള്ള മനുഷ്യനാണ്. എങ്ങനെ അഭിമുഖീകരിച്ചു? ഒരു പിടിയുമില്ല. താൻ എങ്ങനെ ആഹാരം കഴിച്ചു? അവിടെ പച്ചക്കറികളോ ഇലകളോ എന്തെങ്കിലും കഴിച്ച് വെള്ളവും കുടിച്ച് താൻ കിടന്നു കാണും, അറിയില്ല. ഏതായാലും 2 വർഷത്തോളം അവിടെ പാർത്തു. പത്മോസ് ദ്വീപിൽ ഏകനായി പാർത്തു. ഒരു ദൈവത്തിന്റെ പൈതലിന് ചിലപ്പോൾ ഭക്തയായി ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ഒരുപക്ഷെ വിശ്വാസ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ദൈവിക വിഷയത്തോടുള്ള ബന്ധത്തിൽ, പ്രതികൂല പ്രയാസങ്ങളോടുള്ള ബന്ധത്തിൽ ഏകനായി ഒളിച്ചു പാർക്കേണ്ട സന്ദർഭം ഒരുപക്ഷെ ജീവിതത്തിൽ ഉണ്ടാകാം. ഏലിയാവിന് അങ്ങനെ ഉണ്ടായി. പ്രിയമുള്ളവരെ, ഓർക്കുക, അങ്ങനെയുള്ള ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ദൈവം നമുക്ക് തരുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, ഇതാ ആ അനുഭവത്തിലൂടെ കടത്തിവിട്ടപ്പോൾ സ്വർഗീയ ദർശനം തനിക്ക് കൊടുത്തു. പത്മോസ് ദ്വീപിൽ വെച്ചാണ് വെളിപ്പാട് പുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും തനിക്ക് സ്ക്രീനിൽ കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളായി കാണിച്ചു കൊടുത്തത്. പ്രിയമുള്ളവരെ, സ്വർഗീയ ദർശനം ആസ്വദിക്കുവാൻ, ദൈവത്തോട് കൂടുതൽ, ദൈവിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ കൂടുതൽ ബലപ്പെടുവാൻ, ദൈവത്തിൽ കൂടുതൽ ശരണം പ്രാപിക്കുവാൻ, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ ചിലപ്പോൾ പത്മോസ് ദ്വീപിലെ അനുഭവം, യോഹന്നാനുണ്ടായ അനുഭവം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ഇതാ 1:9 ഞാനൊന്ന് വായിക്കാം. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. നോക്കണം, പത്മോസ് എന്ന ദ്വീപിൽ താനായിരുന്നു. ഇനി പെട്ടെന്ന് 2 കാര്യങ്ങൾ കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ് ഞാൻ വിടുവാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത് പറയാനായിട്ട് പോകുന്നത് എഴുതിയ സ്ഥലം. ഏതായാലും പത്മോസ് ദ്വീപിൽ ഇരുന്നുകൊണ്ട് എഴുതാൻ പറ്റത്തില്ല. ഇന്നത്തെ നോട്ട് ബുക്കോ പേപ്പറോ ഒന്നും കൊണ്ടുപോകാനായി അന്ന് ഇല്ല, സാധ്യതയും ഇല്ല. നാട് കടത്തപ്പെടുന്ന ഒരാളുടെ കയ്യിൽ പേപ്പറോ പെൻസിലോ കൊണ്ടുപോകോ ഇല്ല. അപ്പോ എഴുതിയ സ്ഥലത്തെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. 1:9 മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, അതായത് ദർശനം ലഭിച്ചത് പത്മോസ് ദ്വീപിൽ വെച്ചും എഴുതിയത് തിരിച്ച് മടങ്ങി വന്ന് എഫെസോസിൽ വെച്ചുമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 22:6 മുതൽ
1-ന്റെ 9 മുതൽ 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. വായിച്ച് ഞാൻ സമയം നൽകുന്നില്ല. 95 ആയിരിക്കാം നാട് കടത്തപ്പെട്ടതെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ 95 കഴിഞ്ഞു 96 സംഭവിച്ച ഒരു സംഭവം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഇത് അധികം ആരും അറിയപ്പെടാത്ത ചില കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ആദ്യം ക്രൈസ്തവരിൽപ്പെട്ട ചിലർ തന്റെ കുടുംബത്തിലുണ്ടായിരുന്നവരെ കൊന്നൊഴുകി. അങ്ങനെ ഈ ദുഷ്ടനായ ചക്രവർത്തി ഞെളിഞ്ഞ് ജീവിക്കുന്ന സന്ദർഭം. അങ്ങനെ ഇരിക്കുമ്പോൾ 96 ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ ഭാര്യ ഡൊമിഷ്യ ക്രിസ്ത്യാനിയായി തീർന്നു, ദൈവങ്ങളായി തീർന്നു. ഈ നമുക്കറിയാം ചക്രവർത്തിമാർക്ക് ധാരാളം ഭാര്യമാരാണ് അവരോടെയായിട്ടായിരിക്കും പാർപ്പിക്കുന്നത്, അല്ലാതെ എല്ലാവരും ഒരു കൂട്ടമല്ല. അപ്പോൾ ഡൊമിഷ്യ ക്രിസ്ത്യാനിയായി തീർന്നു എന്നുള്ള വാർത്ത ഡൊമിഷ്യൻ ചക്രവർത്തി അറിഞ്ഞിട്ട് ഇവിടെ കൊല്ലുവാനായിട്ട് കിങ്കരന്മാരെ അയച്ചു. ചാരന്മാരെ അയക്കാനുള്ള പരിപാടി ആസൂത്രണം ചെയ്തു. ഇത് ഈ ഡൊമിഷ്യ ചക്രവർത്തിയുടെ എങ്ങനെ മണത്താറ് അവർ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും രാജ്ഞിയെ കൊല്ലാൻ അനുവദിക്കത്തില്ല. അങ്ങനെ എന്തെന്നറിയാമോ, ഡൊമിഷ്യയുടെ കിങ്കരന്മാര് രഹസ്യമായി പോയി ഡൊമിഷ്യൻ ചക്രവർത്തിയെ വധിച്ചു. അങ്ങനെ ഡൊമിഷ്യൻ ചക്രവർത്തി 96 മരിച്ചു. തുടർന്ന് 96 വൃദ്ധനായ നെർവ അധികാരത്തിൽ വന്നു. അദ്ദേഹം ശാന്ത സ്വഭാവക്കാരനും ക്രിസ്ത്യാനികളോട് ദയ കാണിക്കുന്നവരുമായിരുന്നു. ആ സന്ദർഭത്തിൽ രാജ്ഞി ആദ്യം ചെയ്തത് ആ ഭക്തനായ ദൈവപുരുഷൻ ആ പത്മോസ് ദ്വീപിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ എത്രയും വേഗം തിരിച്ചു മടക്കി കൊണ്ടുവരണം. അങ്ങനെ രാജ്ഞി എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കി ഒരു ബോട്ട് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ ഇതാ പാറക്കെട്ടുകളുടെ ഇടയിൽ ഏതോ ഒരു ഗുഹയിലാണ് താൻ പാർത്തിരുന്നത്. ആ ഗുഹയിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കും. ചിന്തിക്കുക, ഞാൻ ഭാവനയിൽ കൂടി ഇങ്ങനെ കാണുകയാണ്, എന്റെ ദൈവമേ, എന്റെ മരണം ഇവിടെ തന്നെയാണോ? ഈ വയസ്സാങ്കാലത്ത് ഞാൻ ഈ പാറക്കെട്ടുകളിൽ നോക്കി ദൂരെ നോക്കുമ്പോൾ അങ്ങിതാ ആ സമുദ്രം കാണാം. സമുദ്രത്തെ നോക്കിയിട്ട് എന്റെ കർത്താവെ, ഞാൻ എന്ന് അങ്ങയുടെ അടുക്കിലേക്ക് വരുമെന്ന് നോക്കിയിരിക്കുമ്പോൾ ഇനി ഒരിക്കലും തിരിച്ച് സ്വയരാജ്യത്തിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയില്ലാതിരിക്കുമ്പോൾ ഇതാ ഒരു ദിവസം സ്വർഗത്തിലെ തമ്പുരാൻ ഇതാ രാജ്ഞിയിൽ കൂടെ പ്രവർത്തിച്ചിട്ട് അവനെ തിരിച്ച് മടക്കി കൊണ്ടുവരാനുള്ള വഴിയൊരുക്കുകയാണ്. അങ്ങനെ യോഹന്നാൻ നോക്കുമ്പോൾ ഇതാ അപരിചിതരായിട്ടുള്ള 2-3 പേർ ഒരു ബോട്ടിൽ വരികയാണ്. അവര് വന്നു. യോഹന്നാനാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. 2 വർഷം ഈ പ്രാകൃതനായി തലമുടിയൊന്നും വെട്ടാതെയും ഷേവ് ചെയ്യാൻ പറ്റാതെയും ഈ മനുഷ്യൻ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ ഇരിക്കുന്നു, വൃദ്ധനായ മനുഷ്യൻ. ആ മനുഷ്യൻ ഇതാ ഇവർ കയറ്റിക്കൊണ്ടു പോകുന്നു. തിരിച്ച് ഇതാ ഡൊമിഷ്യയുടെ അടുക്ക കൊണ്ടുവരുന്നു, ചക്രവർത്തിയുടെ അടുക്ക കൊണ്ടുവരുന്നു. താൻ സ്വതന്ത്രനായിട്ട് വന്നു. താൻ പിന്നെ എഫസോസിൽ 4 വർഷം കൂടെ വന്നു. അവിടെ സഭയിലെ മൂപ്പനായിരുന്നു. അവിടെ താമസിച്ചു. ആ കാലയളവിലാണ് AD 96 മുതലുള്ള കാലയളവിലാണ് വെളിപ്പാട് പുസ്തകം താൻ എഴുതുന്നത്. AD 100 ഉള്ള ബന്ധത്തിൽ ഉള്ള കാലയളവിൽ സ്വാഭാവിക മരണത്തിൽ കൂടെ താൻ ഈ ലോകം വിട്ട് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. യോഹന്നാൻ ട്രാജൻ ചക്രവർത്തിയുടെ കാലം വരെ ജീവിച്ചിരുന്നുവെന്നും എഫസോസിൽ വെച്ചാണ് AD 96 താൻ വെളിപ്പാട് പുസ്തകം എഴുതി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എഴുതിയ സ്ഥലം എഫസോസ്, ദർശനം ലഭിച്ചത് പത്മോസ് ദ്വീപിൽ വെച്ച്. ഇനി പെട്ടെന്ന് എഴുത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച് 3-4 കാര്യങ്ങൾ ഓരോ മിനിറ്റ് വീതം പറഞ്ഞ് ഞാൻ വിടാം. എഴുത്തിന്റെ ഉദ്ദേശം, വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തിന്റെ ഉദ്ദേശം എന്താണ്? അതായത് 1, ക്രിസ്തുവിന്റെ വ്യക്തിത്വം പൂർണ്ണമായും വെളിപ്പെടുത്തുക, ഉയർത്തി കാണിക്കുക. 1-3, 22-6, 7, 10, 13, 19 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. 2, വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കാൻ, വെളിപ്പാട് 1-1.
മൂന്നാമത്തെ ഉദ്ദേശം, കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്ന് തറപ്പിച്ച് പറയാൻ. വെളിപ്പാട് ദിവസം ഒടുവിൽ നമ്മൾ വായിക്കുന്ന എന്താ? ഇത് വേഗം വരുന്നു എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. 4, ആസിയയിലെ 7 സഭകൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ എല്ലാ സഭകളുടെയും ശുദ്ധീകരണത്തിനും പ്രോത്സാഹനത്തിനും മുന്നറിയിപ്പിനും വേണ്ടിയാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത്. 5, ക്രിസ്തുവിൽ കൂടെയുള്ള വീണ്ടെടുപ്പിന്റെ അന്ത്യഘട്ടം വെളിപ്പെടുത്തുക. വെളിപ്പാട് 11:15, 21:1-2 വാക്യങ്ങൾ. ഇങ്ങനെ ഇതിന്റെ ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 5 കാര്യങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കാം. 1, ക്രിസ്തുവിന്റെ വ്യക്തിത്വം പൂർണ്ണമായും വെളിപ്പെടുത്തുക. 2, വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കുക. 3, കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നുവെന്ന് തറപ്പിച്ച് പറയാം. 4, ആസിയയിലെ 7 സഭകൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ എല്ലാ സഭകളുടെയും ശുദ്ധീകരണത്തിനും പ്രോത്സാഹനത്തിനും മുന്നറിയിപ്പിനും വേണ്ടി. 5, ക്രിസ്തുവിൽ കൂടെയുള്ള വീണ്ടെടുപ്പിന്റെ അന്ത്യഘട്ടം വെളിപ്പെടുത്തുക. പ്രിയമുള്ളവരെ, അടുത്ത ക്ലാസ്സിൽ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് രണ്ട് വാക്കുകളിൽ പറയട്ടെ. അടുത്ത ക്ലാസ്സിൽ ഈ പുസ്തകത്തിന്റെ പൊതു സ്വഭാവത്തെക്കുറിച്ചും, അടുത്ത പോയിന്റ് വ്യാഖ്യാന രീതി, എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നും അതിനുള്ള രീതികളെ കുറിച്ചും, ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ മറ്റു ചില പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ അടുത്ത ക്ലാസ്സിൽ പറയും. അതിനുശേഷമേ നമ്മൾ പുസ്തകത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കത്തുള്ളൂ. ഒരു നല്ല പഠനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു 2-3 മിനിറ്റ് ഇന്ന് ചിന്തിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുള്ളൊരു അവസരം തരാം. ഇന്ന് ഉള്ള വിഷയം മാത്രം പഠിക്കാൻ, ഇനിയുള്ള വിഷയം ചോദിക്കരുത്. അങ്ങനെ ഒരു 2-3 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ് ഞാൻ തരാം. അതിനുള്ള സമയമാണ്. എല്ലാവരും അൺമ്യൂട്ടിലാക്കിയിട്ട് ഇന്ന് കേട്ട വിഷയത്തോടുള്ള ബന്ധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഞാൻ അറിഞ്ഞൂടാന്ന് പറയും. പറയാൻ പറ്റുന്നതാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഏതെങ്കിലും സംശയം ഇന്ന് പഠിപ്പിച്ച വിഷയത്തിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ വലിയ സംശയങ്ങൾ വരുന്ന ഒരു ഭാഗമല്ല. ഈ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. നിങ്ങളുടെ കമന്റ്സുകളും പ്രിയപ്പെട്ടവരെ അറിയിക്കാം. അതനുസരിച്ച് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ പുസ്തകം പഠിക്കുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ധാരാളം പ്രിയപ്പെട്ടവരെ ഇതിൽ ജോയിൻ ചെയ്യുവാനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. ഒരാളിന് അല്ലെങ്കിൽ 10 പേരെ പഠിപ്പിക്കാൻ വേണ്ടി ആയാലും ധാരാളം മണിക്കൂറുകൾ പരിശ്രമിക്കണം. 1000 പേരായാലും ഒരുപോലുള്ള പരിശ്രമമാണുള്ളത്. വരുന്ന നാളുകളിൽ അനേക വേദപുസ്തകം പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വേദവിദ്യാർത്ഥികൾക്കും പഠിതാക്കൾക്ക് എല്ലാവർക്കും ഈ വിഷയങ്ങൾ പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ ലേഖനായിരുന്നത് പോലെ ഒരുപക്ഷെ ദൈവത്തിന്റെ മക്കളാവുന്ന എനിക്ക് നിങ്ങൾക്കും അതുപോലെയുള്ള ഒറ്റപ്പെടുന്ന അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. സങ്കടപ്പെടേണ്ട, ദൈവം നമ്മളെ ഉപയോഗിക്കും. യോഹന്നാൻ അപ്പോസ്തലൻ മടങ്ങി വന്നു ദൈവം തന്നെ ഉപയോഗിച്ചതുപോലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് അനുഭവത്തിൽ കൂടെ ദൈവം കടത്തിവിട്ടാലും നമ്മൾ നിരാശപ്പെട്ട് തളർന്നു പോകേണ്ട. ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഴ്ത്തപ്പെടുമാറാകട്ടെ.